നമ്മൾ വളരെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ മിയാമിയിൽ നിന്ന് ഷബീർ വെള്ളിപ്പറമ്പ് നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു മത്സരം? ഞങ്ങൾക്ക് ഇവിടെ ചങ്കിടിച്ചിട്ട് വയ്യ കേട്ടോ. അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇവിടുത്തെ സാഹചര്യം കേൾക്കുന്നുണ്ടോ? ആഘോഷ പ്രകടനമാണ്. കേൾക്കാം. ഓക്കെ. ഇവിടെ നിങ്ങൾ പറഞ്ഞ അതില് അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഫീൽ എല്ലാവരുടെയും മുഖത്തുണ്ട്. ഇവിടെ ഞാനിപ്പോ നിൽക്കുന്നത് ബേഫ്രണ്ട് പാർക്കിലാണ്. 32 ഏക്കർ ഒരു മൈതാനം. അവിടെ 50,000-ഓളം പേര് ഇവിടെ നിന്ന് കളി കാണുമായിരുന്നു. ഇവിടെ 8 സ്ക്രീനിലായിട്ട് കളികൾ കാണുമായിരുന്നു. ഇപ്പൊ ഇവിടെ ആളുകൾ ഡാൻസ് കളിക്കാണ്. പക്ഷെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേപ്പ് വെർഡെ ആണ്. അതിന്റെ ആരാധകരാണ് ഇവിടെ ഡാൻസ് കളിച്ചു പോകുന്നത്. അർജന്റീനയുടെ ആരാധകർക്ക് അത്ര ഒരു ആഘോഷമില്ലാതെ അവര് ഒരു വിചാരിച്ച ഒരു റിസൾട്ട് അല്ല കിട്ടിയത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. ആ ഒരു ആഹ്ലാദ പ്രകടനം ഒന്നും ഇവിടെ അങ്ങനെ കാണുന്നില്ല. ശരി, ഓക്കെ. ഷമീർ, അവിടെ കേപ്പ് വെർദെയുടെ മറുപടി ഗോൾ വന്നപ്പോൾ ആകെ നിശബ്ദമായോ അർജന്റീനയുടെ ആരാധകർ മൊത്തം? എല്ലാവരും നെഞ്ചിടിച്ചിരിക്കുകയായിരുന്നു. കേപ്പ് വെർഡെ ഒരു നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന അവര്. കേപ്പ് വെർഡെ ചെറിയൊരു ടീമല്ല. ഇപ്പോ ഒരുപക്ഷെ അടുത്ത വേൾഡ് കപ്പ് കേപ്പ് വെർഡെ കിട്ടുമായിരിക്കും. ആ രീതിയിൽ വളരെ ആൾക്കാര് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഇത് കാണുന്നത്. ഇപ്പൊ ഓരോ ഗോൾ അടിക്കുമ്പോഴും ആദ്യത്തെ ഗോള് അർജന്റീന അടിച്ചു, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അടുത്ത ഗോള് കേപ്പ് വെർഡെ അടിക്കുന്നു, പിന്നെ അർജന്റീന അടിക്കുന്നു, പിന്നെ അടിക്കുന്നു. അപ്പൊ ഇവിടെ ആളുകളിൽ നഖം കടിച്ച് എഴുന്നേറ്റ് നിന്ന് ആകെ ടെൻഷൻ അടിച്ച് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. ആരുടെ മുഖത്ത് ഒരു സന്തോഷം ഉള്ളതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അമേരിക്കയിലും ഇതിലും ഒരു കുറവുമില്ല ഹരി. ആളുകള് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ്.